ചൈനയിൽ നിന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ജേണൽസിൻ്റെ കൊറിയറാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബോക്സ് വന്ന സമയത്ത് ഡാമേജ്ഡ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐറ്റംസ് എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഗോൾഡൻ ആൽഫബറ്റ് ലെറ്റേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും തോന്നുന്ന സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ അകത്തുനിന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റിക്കേഴ്സ് പറഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് വിൻറ്റേജ് ജേർണലിങ് ചെയ്യാനോ അല്ല ഏത് ടൈപ്പ് ജേർണലിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇതിലുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ഈ ഫ്രെയിംഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ പഴയ പോസ്റ്റ് കാർഡിനൊക്കെ പോലെയുള്ള പേപ്പേഴ്സൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജേർണലിങ് ഒക്കെ നമുക്ക് ഏത് ടൈപ്പ് ജേർണലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു ഡിസൈനിൽ തന്നെ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റെയിൻഡ് വിൻഡോ പോലെയുള്ള ഒരു, അതായത് പഴയ ഗോത്തിക് ചർച്ചിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു വിൻഡോൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. ഹോളോഗ്രാഫിക് സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടത്. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ വേറെ 2-3 കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഞാനൊരു പറ്റിക്കപ്പെട്ടു പോയ ഒരു ഐറ്റമാണ്. അതായത് അവരെന്നെ പറ്റിച്ചല്ല, ഞാൻ പറ്റിക്കപ്പെട്ടു പോയതാണ് സ്വയം. അതായത് ഇത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം സ്റ്റിക്കേഴ്സ് ആയിരുന്നു. പക്ഷേ ഒറിജിനലിന് വെല്ലുന്ന സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ, വലുതായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാഷി ടൈപ്പ് സെറ്റാണ്. ഇതിൻ്റെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ജേർണലിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു വാഷി ടൈപ്പാണ്. അത് ആക്ച്വലി വാഷി ടൈപ്പ് അല്ല, ഇത് ഓരോ സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് പറിച്ചെടുത്ത് ഒട്ടിക്കാൻ പറ്റും. കുറച്ച് ഫ്രെയിംസിൻ്റെ ഒക്കെ കേട്ടോ. ഇത് വലുതാണെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം ചെറുതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മിനി ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അതിൽ നമ്മൾ ഈ ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് ടിക്കറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റിക്കേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാക്കറ്റ് ചെറുതാണെങ്കിൽ ഇതിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരു ഡിസൈനിൽ 3-4 ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായതുകൊണ്ട് ഇത് നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സാണ് കേട്ടോ. ജേർണൽസിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു പോൾക്കാ ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. ഞാൻ വലുതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതും ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം ചെറുതായിരുന്നു. ബട്ട് ഒരു ഷീറ്റിൽ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ടായിരുന്നു. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സിൽ. അതേപോലെ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പകുതി ഞാൻ പുറത്തെടുത്തിട്ടുള്ളൂ, ബാക്കി പകുതിൻ്റെ അകത്ത് തന്നെയാണ്. അതിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായതിനെക്കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സിസേഴ്സാണ്. ഇത് ഞാൻ വിൻറ്റേജ് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഐറ്റം ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുന്നുണ്ട്. ആമസോണിൽ നോക്കിയ സമയത്തിന് 1200 എങ്ങാനായിരുന്നു റേറ്റ്. അത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ തോന്നാത്തതിനെ കൊണ്ട് ഞാൻ വീണ്ടും തപ്പിയപ്പോൾ എനിക്ക് ജേർണൽസിൽ നിന്ന് ഈ ഒരു ഐറ്റം കൂടെ കിട്ടി. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു കളർ തീംഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അതായത് നമുക്ക് ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു പിങ്കും അതേപോലെ വൈറ്റും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഒരു കളർ തീമിൽ വരുന്ന ഒരുപാട് അതായത് ഒരുപാട് എന്താ പറയുക ഷീറ്റ്സ് ആട്ടോ ഇതിലുള്ളത്. അത് നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ, അതായത് കളർ തീം ആയിട്ടുള്ള ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഷീറ്റ്സ് ആയിരുന്നു. അത് സെൽഫായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഈ ഒരു കോട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. അത് നോർമലി നമ്മളെല്ലായിടത്തും കാണുന്ന സ്റ്റിക്കേഴ്സ് തന്നെ കേട്ടോ. അതിൽ കുറേ ഷീറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റും അതേപോലെ ഒരു ബ്ലാക്ക് സെറ്റുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ റൈറ്റാണ്. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കാണാനുള്ളൊരു ഭംഗി കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിലും കുറച്ച് ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് അടുത്തതായിട്ട് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ഈ ഒരു പിങ്ക് കളറുള്ള ബട്ടർഫ്ലൈൻ്റെ സെറ്റ്. അതും ഹോളോഗ്രാഫിക് ആയിരുന്നു. ഗോൾഡൻ ബോർഡറൊക്കെ വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സെറ്റാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാറ്റ് പോക്സ് കട്ടറാണ് കേട്ടോ. അത് നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു ഐറ്റമാണ്, എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അതായത് വിമൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഇല്ലേ, ആ ഒരു സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സംഭവം സൈസ് ചെറുതാണെങ്കിലും ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെറിയൊരു പാക്കറ്റിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് മാർക്കറാണ്. ഇതെന്തിനാന്നുള്ളത് നമ്മുടെ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേപ്പർ കട്ടറാണ്. അത് പിങ്ക് കളറിൽ വേണമെന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ജേർണൽസിൽ നിന്ന് ഓർഡർ ചെയ്തത്. അല്ലാണ്ട് ആമസോണിലും മീഷോയിലൊക്കെ ഇത് വേറെ കളേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഒരു പേപ്പർ കട്ടിങ് പാഡാണ്. അതും ഈ ഒരു സൈസിൽ പിങ്ക് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറേ നടന്നത്. അപ്പോൾ ഇത് തിമൂലെങ്ങാനുമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഡെലിവറി ഇങ്ങോട്ടേക്ക് ഇല്ലാത്തതിനെ കൊണ്ട് ഞാനത് തപ്പി നടന്നപ്പോൾ അത് ജേർണൽസിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിം സെറ്റാണ് കേട്ടോ. നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെറ്റാണ്. ഒരുപാട് ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അതുമല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു കേട്ടോ ഓരോന്നും.
പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഹാരി പോട്ടർ മൂവീനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ലെവലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. കുറച്ച് മാജിക് വാണ്ട് ആൻഡ് ബുക്സൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പിന്നെ അത് പറഞ്ഞിട്ട് ഈ ഒരു ഷീറ്റും കൂടെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയാണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഷീറ്റ്സ് ആയിരുന്നു കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ആയിരുന്നെങ്കിലും കൂടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണെന്ന് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ഐറ്റമാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ട് കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് കുറച്ച് ക്രിസ്മസ് ട്രീൻ്റെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരു വലിയ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് വന്നതാണ്. ആൻഡ് എനിവേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാണൽസിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത്. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, എല്ലാം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സ്റ്റേഷനറി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.